ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. നമ്മുടെ ഫിസിക്സിന്റെ പബ്ലിക് എക്സാമിന് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അടിപൊളിയായി തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് മക്കളെ. അതിന് മുഴുവൻ സപ്പോർട്ടുമായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെയുണ്ട്. A+ എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കും. അത് നിങ്ങൾക്ക് 100% ഷുവറായി തന്നെ കോൺഫിഡൻ്റ് ആയി തന്നെ ഇരിക്കാം മക്കളെ. സോ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം, പ്രോപ്പർലി ലൈവുകൾ കാണുക, ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം വൃത്തിയായി തന്നെ പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക മക്കളെ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യ പേപ്പറിലെ അല്ലെങ്കിൽ ചോദ്യ പേപ്പർ കാണുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ പഠിച്ചതാണെങ്കിൽ എനിക്ക് A+ കിട്ടിയേനെ, അല്ലെങ്കിൽ ഈ 2 ചോദ്യങ്ങൾ കൂടി വൃത്തിയായി മനസ്സിലാക്കിയതാണെങ്കിൽ എനിക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിച്ചേനെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന സം സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? എക്സാം കഴിയുന്ന സമയത്ത്, ഈ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴും നിങ്ങൾ പലരും അങ്ങനെ വിചാരിച്ചു കാണും. ആ ചോദ്യങ്ങൾ വലിയ കടികട്ടി ആയതുകൊണ്ടല്ല, പക്ഷെ ആ ടോപ്പിക്കിൽ നിന്ന് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം സംഭവിച്ചത്. അത് ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഡിസൈഡിങ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്, തുടങ്ങിയാലോടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10ലെ ആദ്യത്തെ ചോദ്യമാണ്. EMI നിന്നുള്ള ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രദ്ധിക്കണം. ഒരു എക്സ്പെരിമെന്റിന്റെ 2 സ്റ്റേജുകൾ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ചോദ്യം നോക്കാം. ഇൻ വിച്ച് സ്റ്റേജ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട്? ഇതിൽ ഏത് സ്റ്റേജിലാണ് മക്കളെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക എന്നതാണ് ചോദ്യം. നിസ്സാരമായ ചോദ്യമാണ്, ശ്രദ്ധിക്കടാ. ആദ്യത്തേതിൽ എന്താ കാണാൻ പറ്റുന്നത്? കാന്തം സോളിനോയിഡിന് പുറത്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, ശരിയല്ലേ? കാന്തം സോളിനോയിഡിന് പുറത്ത് കാണാൻ സാധിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജിൽ എങ്ങനെയാണ്? കാന്തം സോളിനോയിഡിന് അകത്താണ്. എല്ലാവർക്കും മനസ്സിലായി. ഫസ്റ്റ് സ്റ്റേജിൽ കാന്തം സോളിനോയിഡിന് പുറത്താണ്, രണ്ടാമത്തതിൽ കാന്തം സോളിനോയിഡിന് അകത്താണ്. ഈ കാന്തം സോളിനോയിഡിന് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ മാറ്റം സംഭവിക്കുക, മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം സംഭവിക്കുക. മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം സംഭവിച്ചാലാണ് മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുക, EMF ഇൻഡ്യൂസ് ചെയ്യുക, കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോഴാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഏത് സ്റ്റേജ് ആണ് ഉത്തരം എന്ന് പറയുക? ബിയിലാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക. ഈ ഒരു ഫിനോമിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഫിനോമിന. എന്താണ് അതിനെ വിളിക്കുക? അതിനെ വിളിക്കുന്ന പേര് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ്. 3 അക്ഷരത്തിൽ ഒതുക്കാം. അതാണ് EMI അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. സെറ്റ്. അടുത്ത ചോദ്യം നോക്കടാ. റൈറ്റ് എനി 2 ഡിവൈസസ് ദാറ്റ് വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. ഈ പറയുന്ന പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങൾ എഴുതുക. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനറേറ്റർ ആണ്. രണ്ടാമത്തെ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആണ്. MCM ഇതിന് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഈ 2 ഉപകരണങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം ക്രാക്ക് ചെയ്തു. ഗൈസ്, ഹിയർ കംസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാ കിടക്കുന്നു. എന്താണ്? The figure shows a conductor PQ is situated in a magnetic field connected in a circuit. ഒരു ചാലകം PQ എന്ന് പറയുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ചിരിക്കുകയാണ്. ചോദ്യത്തിലോട്ട് കിടക്കാം. If the conductor moved in upward direction, that means A. What is the direction of induced current? ചാലകം മുകളിലോട്ട് ചലിപ്പിക്കുകയാണെങ്കിൽ വൈദ്യുതിയുടെ ദിശ ഏതാണ് മക്കളെ? വൈദ്യുതിയുടെ ദിശ, കറന്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. എല്ലാവർക്കും അറിയണം. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് വി യൂസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അറിയേണ്ട കാര്യമാണ്. ഇവിടെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചാണ് എങ്ങോട്ടാണ് ചാലകം മൂവ് ചെയ്യുന്നത്? മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ടു സൗത്ത് ആണ്. സോ കറണ്ടിനെ മിഡിൽ ഫിംഗർ അല്ലേ സൂചിപ്പിക്കുക. സോ എങ്ങോട്ടായിരിക്കും? അത് ക്യൂവിൽ നിന്ന് പിയിലോട്ടായിരിക്കും. എല്ലാവർക്കും അറിയണം. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം Q to P. എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ക്യൂവിൽ നിന്ന് പിയിലോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുക. സ്റ്റേറ്റ് ദ റൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്. കറണ്ടിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച നിയമം ഏതാണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഒരു തരി സംശയം വേണ്ട മക്കളെ. ഏതാണ്? റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. 3 വിരലുകൾ ലംബമായി പിടിക്കുക. ഇത് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ്, അല്ലെ മോഷൻ ഓഫ് ദ കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ്. ക്ലിയർ അല്ലേ? ഫാദർ മദർ ചൈൽഡ് പോലെ പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ടേബിൾ മാച്ച് ചെയ്യുക, ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. നോക്കാം. To find the direction of force in a current carrying conductor. ഫോഴ്സിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് റൂളാണ് യൂസ് ചെയ്യുക? എല്ലാവർക്കും അറിയാം, ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഫോഴ്സിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാനോ മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുക. അതിലും സംശയം നിങ്ങൾക്ക് വേണ്ട. മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് റൂളാണ്. അടുത്തത്,
ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതി ദിശ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അയ്യോ ഇതെങ്ങനെ ശരിയാവൂ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതായത് നേരെ തന്നെ വരുമോ? നേരെ തന്നെ വരാം, അതിൻ്റെ തെളിവാണ്. ഒരിക്കലും നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ അതിൽ തന്നെ കൊടുക്കൂല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തെറ്റാണ്. അങ്ങനത്തെ വിചാരമൊന്നും വേണ്ട, അങ്ങനെ വരാം. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഇവിടെ കാണിച്ചത്. സെറ്റല്ലേ? ചോദ്യം വൃത്തിയായി മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലൂടെ അടക്കാം. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഡിവൈസ്, റൈറ്റ് ഇറ്റ്സ് യൂസ്. ഇത് എന്ത് ഡിവൈസ് ആണ്? ഇതിന്റെ ഉപയോഗം എന്താണ്? ഇത് കാണുമ്പോൾ അയ്യോ ഏതാ ഡിവൈസ് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഏതാ ഡിവൈസ്? ഇതാണ് നമ്മുടെ സ്വന്തം ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇൻഡക്ടറിന്റെ ഉപയോഗം എന്താണ് മക്കളെ? പവർ നഷ്ടം കൂടാതെ വൈദ്യുതിയെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും, വൈദ്യുതിയെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ട്ടാ. ഓക്കെ, ആവശ്യാനുസരണം എന്നാണ് ട്ടാ. ആവശ്യാനുസരണം കുറയ്ക്കുന്നതിന് ഇൻഡക്ടറുകൾ യൂസ് ചെയ്യാം. പവർ നഷ്ടം ഉണ്ടാവില്ല. റെസിസ്റ്റർ ആണെങ്കിൽ അവിടെ പവർ നഷ്ടം ഉണ്ടാവും, ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? പവർ നഷ്ടം ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക, പഠിക്കുക. പക്ഷേ AC-യിൽ മാത്രമേ എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇൻഡക്ടർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പഠിക്കുക കേട്ടോ. അടുത്ത, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ചോദ്യം നിരീക്ഷിക്കുക. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ബാറ്ററിയാണ്. ബാറ്ററി ആണെങ്കിൽ എന്താണ്? DC മോട്ടർ ആണ്. ഒരു സംശയവും വേണ്ട. ദിസ് ഈസ് എ DC മോട്ടർ. ഇഫ് ദ കറന്റ് ഷോസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, flows as shown in the figure, what is the direction of rotation of the armature? വൈദ്യുതി ഇപ്പോൾ നൽകിയിരിക്കുന്ന രീതിയിലാണ് ഒഴുകുന്നതെങ്കിൽ ആർമേച്ചറിന്റെ കറങ്ങുന്ന ദിശ ഏതാണെന്നാണ് ചോദ്യം. സിമ്പിൾ ഇതാണ്. സോ നിസ്സാരമായിട്ട് മനസ്സിലാക്കിക്കോ. ആദ്യം AB എന്ന് പറയുന്ന സൈഡ് നമുക്ക് നോക്കാം. കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? സോ ആർമേച്ചറിന്റെ റൊട്ടേഷൻ ഡയറക്ഷൻ ആണ്. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന എങ്ങോട്ടാ മക്കളെ? B to A ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്. സോ അവിടെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. ഇവിടെ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അടുത്ത CD എന്ന് പറയുന്ന ഭാഗം എടുക്കാം. CD ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്, കറണ്ട് ഇങ്ങനെയാണ്, ഫോഴ്സ് മുകളിലോട്ടാണ്. സോ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മുകളിലോട്ടാണ്. സോ എങ്ങനെയാണ് കറങ്ങുക? ഇങ്ങനെയാണ് കറങ്ങുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുക. ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സ്റ്റേറ്റ് ദ റൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതേതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമമാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, കോപ്പർ വയർ ഓഫ് സെയിം ലെങ്ത്, ഒരേ നീളവും ഒരേ തിക്നെസ്സും ഉള്ള കോപ്പർ വയറുകൾ AB എന്ന് പറയുന്ന 2 പോയിന്റുകളിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. A എന്ന് പറയുന്ന സ്വിച്ചോ, വെൻ സർക്യൂട്ട് A is switched on, what do you observe? A എന്ന് പറയുന്ന സർക്യൂട്ട് നോക്കിക്കേ, ഇതൊക്കെ DC ആണ്. ഇത് DC, ഇത് മാത്രമാണ് AC എന്ന് പറയുന്നത് കേട്ടോ. A എന്ന് പറയുന്ന സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഒന്നുമില്ല, ബൾബ് സിമ്പിളായി കത്തും. ഒരു പ്രശ്നമില്ല, ബൾബ് കത്തും. ബൾബ് വിൽ ഗ്ലോ, ബൾബ് അടിപൊളിയായി കത്തും. വെൻ ദ സർക്യൂട്ട് B is switched on, വാട്ട് ചേഞ്ച് ഈ ഒബ്സർവ്ഡ് ഇൻ ഇന്റൻസിറ്റി ഓഫ് ബൾബ്? B എന്ന് പറയുന്ന സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റൻസിറ്റിയിൽ എന്തു മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? അവിടെ ഒരു മാറ്റമില്ല. കാരണം എന്താണ്? ഇത് DC ആണ്. DC ആണെങ്കിൽ അവിടെ സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കില്ല. AC-യിൽ മാത്രമേ സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കത്തുള്ളൂ, DC-യിൽ സംഭവിക്കില്ല. സോ നോ ചേഞ്ച്, ഒരു മാറ്റവും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. സർക്യൂട്ട് C ആണ് സ്വിച്ച് ഓൺ ചെയ്തെങ്കിലോ എന്ത് മാറ്റമാണ് ഇന്റൻസിറ്റിയിൽ കാണാൻ സാധിക്കുക? സർക്യൂട്ട് C ആണെങ്കിൽ അത് AC ആണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ബാക്ക് EMF ഡെവലപ്പ് ചെയ്യും. കാരണം അവിടെ എന്ത് സംഭവിക്കും? സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ബൾബിന്റെ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറയും. ബ്രൈറ്റ്നസ് വിൽ ഡിക്രീസ് ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ. ബാക്ക് EMF ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇതിനകത്ത് നമ്മളൊരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്താലോ? അയൺ റോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിച്ചാൽ എഗെയിൻ ബൾബിന്റെ ബ്രൈറ്റ്നസ് പിന്നെയും കുറയും. കാര്യം മനസ്സിലായോടാ? അയൺ റോഡോ ഒരു സോഫ്റ്റ് അയൺ കോർ ലൈക്ക് ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്താൽ എഗെയിൻ അവിടെ എന്താണ്? ഈ പറയുന്ന ബ്രൈറ്റ്നസ് കുറയും. അത് മനസ്സിലാക്കുക, അത് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മിറേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസ്? ഈ കേസുകളിലൊക്കെ ഏത് മിററാണ് യൂസ് ചെയ്യുന്നത്? നോക്കിക്കേ, പറഞ്ഞേടാ മക്കളെ, എല്ലാവരും പറയടാ. ഏതാണ് ആദ്യത്തെ? ഫേസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലെയിൻ മിററാണ്. മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൺകേവ് ആണ്. റയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺവെക്സ് ആണ്. സോളാർ കോൺസെൻട്രേറ്റേഴ്സിൽ എന്താണ്? കോൺകേവ് മിററാണ്. പെരിസ്കോപ്പിൽ ഏതാണ്? പ്ലെയിൻ മിററാണ്. ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺകേവ് മിററാണ്. ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇത്തരം അപ്ലിക്കേഷൻസ് പഠിച്ചു വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്നതും കോൺകേവ് മിററാണ്. എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. സെറ്റ് അല്ലേ? അടിപൊളിയായി മനസ്സിലായോ? മുഖം നോക്കാൻ വേണ്ടി പ്ലെയിൻ മിററാണ്. മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോൺകേവ് ആണ്. റയർ വ്യൂ വാഹനങ്ങളുടെ സൈഡ് മിറർ ഏതാണ്? കോൺവെക്സ് ആണ്. സോളാർ കോൺസെൻട്രേറ്റേഴ്സിൽ കോൺകേവ് മിററാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പെരിസ്കോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലെയിൻ മിററാണ്. ഷേവിംഗ് മിറർ കോൺകേവ് ആണ്, നിങ്ങൾക്കറിയണം. റൈറ്റ്. സെക്യൂരിറ്റി മിറേഴ്സായി യൂസ് ചെയ്യുന്ന കോൺവെക്സ് ആണ്. നമ്മൾ തിരിവുകളിലൊക്കെ വലതുവശങ്ങളിൽ നമ്മൾ റോഡ് ഇപ്പോൾ തിരിയാന്ന് വിചാരിക്കുക, കൊടൈക്കനാലോ മൂന്നാറോ ഇടുക്കിയൊക്കെ പോകുന്ന സമയത്ത് വലതുവശത്ത് എന്താണ്? ഒരു മിറർ കാണാൻ പറ്റും. അത് കോൺവെക്സ് മിറേഴ്സ് ആയിരിക്കും. റൈറ്റ്, അത് മനസ്സിലാക്കുക. അടുത്ത, ഒരു കോൺവെക്സ് ലെൻസിന്റെ 40 സെന്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ പ്രതിബിംബം മറുഭാഗത്ത് അതേ അകലത്തിൽ ലഭിച്ചു. അടിപൊളി.
30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ അതേ ദൂരത്തിൽ ഇമേജ് കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ലഭിച്ച പ്രതിബിംബത്തിന്റെ 2 സവിശേഷതകൾ നമുക്കറിയാം. സെയിം ഡിസ്റ്റൻസിൽ ഫോം ചെയ്താൽ എവിടെയാണ് വെച്ചിട്ടുണ്ടാവുക? സെന്റർ ഓഫ് കർവേച്ചറിലാണ് വെച്ചിട്ടുണ്ടാവുക. അത് റിയൽ ഇമേജ് ആയിരിക്കും. സിമിലർ വേ ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെയായിരിക്കും ഫോം ചെയ്യുക. സെയിം സൈസ്, അത് സെയിം സൈസ് ആയിരിക്കും, ഒരേ വലുപ്പമായിരിക്കും. സെയിം സൈസ്. നിങ്ങൾക്കറിയാം ലെൻസിന്റെ ദൂരം കണ്ടുപിടിക്കുക. ദൂരം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ലെൻസിന്റെ ഫോക്കൽ ദൂരമാണ് കവി ഉദ്ദേശിച്ചത്. ദൂരം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫോക്കൽ ദൂരമാണെങ്കിൽ സിമ്പിൾ ആണ്. ഇത് 2f ആണ്. 2f ഈക്വൾ ടു എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. എങ്കിൽ f ഈക്വൾ ടു എത്ര വരും? 40 ഡിവൈഡ് ബൈ 2 ഈക്വൾ ടു എത്ര വരും? 20 സെന്റിമീറ്റർ. മേ ബി ഫോക്കൽ ദൂരമായിരിക്കും കേട്ടോ. ഫോക്കൽ ലെങ്ത്. ഇതിന് ഇംഗ്ലീഷ് ഇല്ല, മലയാളം മാത്രമേ ഉള്ളൂ. സാധനം അതിന് ഇമേജ് ഫോർമേഷനും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് മനസ്സിലായി. ഇവിടെ മൈനസ് ഇട്ട് വെക്കരുത്, കാരണം കോൺവെക്സ് ലെൻസ് ആണ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. 20 സെന്റിമീറ്റർ ആയിരിക്കും. അടിപൊളിയായി മനസ്സിലായില്ല, അന്തസ്സായി മനസ്സിലായില്ല. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. 3 റെസിസ്റ്റേഴ്സ് ഹാവിംഗ് 6 ohm ഈച്ച്. 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 3 പ്രതിരോധമുണ്ട്. 3ഉം 6 ohm വീതമാണ്. 3ഉം 6 ohm വീതമാണ്. എല്ലാം 6 ohm ആണ്. നോക്കണം, 6 ohm, 6 ohm, 6 ohm. In which type of connection the resistors will give you the maximum resistance? How much is it? ഈ പറയുന്ന പ്രതിരോധങ്ങൾ മാക്സിമം സഫല പ്രതിരോധം ലഭിക്കണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം? ഒരു സംശയമില്ല, they should be connected in series. സീരീസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് NR കൊടുക്കാം. 3 ആണ്. സോ 3 × 6 ഈക്വൽ എത്ര വരും? 18 ohm. R1 + R2 + R3 ചെയ്താലും ഒരേ ഉത്തരമാണ്. ബി ചോദ്യം എന്താണ്? മിനിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം? അത് എത്രയാണ്? മിനിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം? ഒരു സംശയം വേണ്ട, ദേ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ ആണ് ഇക്വേഷൻ എന്താണ്? R/N ആണ്. സോ 6/3 ആണ്. ദാറ്റ് ഈസ് 2 ohm. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയം എൻ്റെ മക്കൾക്കില്ലല്ലോ. അന്തസ്സായി മനസ്സിലായി. ക്ലിഞ്ചർ അല്ലടാ, കോൺഫിഡൻ്റ് ആയില്ലടാ, അടിപൊളി അല്ലടാ. അടുത്ത ചോദ്യത്തോടെ കിടക്കാം. യെസ്, അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. എന്തായിരിക്കും? റീഡ്രോ ദ ഫിഗർ. കളർ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. എയ്റോപ്ലെയിനിൽ പോകുമ്പോൾ ഈ പറഞ്ഞ റെയിൻബോയിന്റെ ഷേപ്പ് എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, വയലറ്റ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ആണ്. ഇതിന്റെ കംപ്ലീറ്റ് ഡയഗ്രാം ഇവിടെ ഞാൻ നൽകിയിട്ടുണ്ട്. ഇത് പഠിക്കണം. ആദ്യം ഡിസ്പേർഷൻ, അതിന് കൂടെ തന്നെ റിഫ്രാക്ഷൻ കൂടി നടക്കുന്നുണ്ട്. പിന്നെ ഇന്റേണൽ റിഫ്ലക്ഷൻ, പിന്നെ റിഫ്രാക്ഷൻ. ഈ പറയുന്ന ഫിനോമിനാസ് ആണ് നടക്കുന്നത്. വൃത്തിയായി തന്നെ മനസ്സിലാക്കുക. ആദ്യം മുകളിൽ വരുന്നത് വയലറ്റും താഴെ വരുന്ന റെഡുമാണ്. എന്നാൽ റെയിൻബോയിൽ മുകളിൽ റെഡും താഴെ വയലറ്റുമാണ്. പക്ഷേ ഇവിടെ പുറത്ത് വരുമ്പോൾ മുകളിൽ വയലറ്റും താഴെ റെഡുമാണ്. പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകളും ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. അടുത്ത്, എയ്റോപ്ലെയിനിൽ പോകുന്ന സമയത്ത് മഴവിൽ ഏത് ഷേപ്പിലായിരിക്കും കാണാൻ പറ്റുക? സർക്കുലർ ആണ്. സർക്കുലർ ഷേപ്പിലായിരിക്കും മഴവിൽ കാണാൻ പറ്റുക. വൃത്തിയായി തന്നെ മനസ്സിലായില്ലേ? ഇതാണ് അവസാനത്തെ ചോദ്യം. സോ ഈ 10 ചോദ്യങ്ങളാണ് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അണ്ണം വീണ്ടും വരുന്നതായിരിക്കും. കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പുതിയ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മികച്ച മാർക്കിലോട്ട് എത്തുക, A+ ഉറപ്പാക്കുക. ഒരു സംശയമില്ല, അതിന് എല്ലാ സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്ന മക്കളെ. സോ ഇനി നിങ്ങൾക്ക് കുറേ എക്സാംസ് ആണ് വരാൻ പോകുന്ന. എല്ലാ എക്സാംസും ഉഷാറായി തന്നെ എഴുതുക, അടിപൊളിയായിട്ട് എഴുതുക. ലാംഗ്വേജും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് എഴുതുക. ഫിസിക്സിന്റെ കാര്യം ഞാൻ ഏറ്റടാ മക്കളെ. അതുപോലെ തന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ ഉറപ്പായും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകളാണ് അടുത്ത വീഡിയോ എടുക്കാൻ എനിക്കുള്ള മോട്ടിവേഷൻ. രോമാഞ്ചം വരുന്ന പോലെ കമന്റുകൾ ഇടുക മക്കളെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.